മലയാളത്തിലെ ഏറ്റവും അശ്ലീലമായ പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അമ്മ എന്ന് പറയുന്നതായിരിക്കും. കാരണം ഏറ്റവും പരിഭാവനവും പവിത്രവുമായ ഒരു പദത്തെ മലയാള സിനിമാ സംഘടനയ്ക്ക് അമ്മ എന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതോടുകൂടി ഏറ്റവും പരിഹാസമാക്കപ്പെട്ട ഒരു വാക്കായി അമ്മ മാറിയിരിക്കുകയാണ്. ബിഗ് ന്യൂസ് ഒരിക്കലും അമ്മയുടെ വാർത്തകൾ ഇത്തരത്തിലുള്ള വിഴുപ്പലക്കുകൾ നൽകില്ല എന്ന് പറയുന്ന ഒരു പോസ്റ്ററിന് മില്യൺ കണക്കിന് വരുന്ന വ്യൂ ആണ് ലഭിച്ചത്. കാരണം പൊതുസമൂഹം ഈ പറയുന്ന താരസംഘടനയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ജോയ് മാത്യു ആ പേരും പറഞ്ഞുകൊണ്ട് ആ സംഘടനയിൽ നിന്നും പടിയിറങ്ങുകയും ചെയ്തു. പണ്ടൊരു കഥയുണ്ട്. ആ കഥയിൽ ഒരു ചെന്നായ്ക്കൂട്ടം ആ നാട്ടിലെ അനാഥരായ കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അനാഥാലയം പണിയുകയുണ്ടായി. ആ അനാഥാലയത്തിന് അമ്മ എന്ന് പേരിട്ടു എന്നാണ് ആ കഥ. നമ്മുടെ നാട്ടിൽ കള്ളന്മാരുണ്ടല്ലോ, ഈ കള്ളന്മാരുടെ വാർത്ത വായിക്കുമ്പോൾ അവരുടെ പേര് പലപ്പോഴും സുശീലൻ എന്നൊക്കെ ആയിരിക്കും, നല്ല ശീലമുള്ളവൻ എന്ന്. അപ്പോൾ പേരും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ സംഘടനയുടെ താരസംഘടനയുടെ അമ്മ എന്ന് പറയുന്ന ഈ പേര് അവരിൽ നിന്നും രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. ഇത് ഈ രാജ്യത്തെ ഈ ലോകത്തിലെ അമ്മമാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ബാധകമാണ് അമ്മ എന്ന് പറയുന്ന പേര് ഈ മലയാള സിനിമാ സംഘടന ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ രാജിയും വിഴുപ്പലക്കലും സമൂഹ മധ്യത്തിൽ നടത്തുന്ന ഈ പേക്കൂത്തുകളെല്ലാം തന്നെ ഈ സിനിമാ നടിമാർ എത്രമാത്രം സ്വന്തം ജീവിതത്തിൽ അവർ അഭ്രപാളികളിൽ അഭിനേതാക്കളാണ്, സ്വന്തം ജീവിതത്തിൽ എത്രമാത്രം വൃത്തികെട്ടവരും മോശപ്പെട്ടവരുമാണ് എന്നുള്ളതാണ് തെളിയിക്കുന്നത്.